മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 10 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത് അല്ല, ലോക ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നാം ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യൻ്റെ സ്നേഹത്തിനും ഐക്യത്തിനും സഹോദര്യത്തിനും ഒക്കെ പ്രശ്നമായി നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കും എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. ആഹാരമോ വെള്ളമോ വസ്ത്രമോ ജീവിത സൗകര്യങ്ങളോ ഒന്നുമല്ല. ഇന്ന് മനുഷ്യരെ അകറ്റി നിർത്തുന്നത് പണ്ടൊക്കെ ജാതിയായിരുന്നു. ഓരോ ജാതികൾ മാറ്റി നിർത്തും. ഇന്ന് അത് മാറി. നമ്മൾ നിയമങ്ങൾ കൊണ്ട് തന്നെ അതിനെ കുറെ പരിഹരിച്ചു. ജാതി പരിഹരിച്ചു, അനാചാരങ്ങൾ ഒരുപാട് പരിഹരിച്ചു. സതി പോലുള്ള ആചാരങ്ങൾ നിർത്തി ജീവൻ രക്ഷിച്ചു. അനേകരുടെ ജീവൻ നമ്മൾ രക്ഷിച്ചു. ഇനി നമുക്ക് നിയമം കൊണ്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇന്ന് അല്ലെങ്കിൽ ഇനി വരും തലമുറകളിൽ ഭാവിയിൽ മനുഷ്യന് ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത് മതമാണ്. മതമാണിപ്പോൾ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമുഖത്ത് ഭൂകമ്പം കൊണ്ടോ പ്രകൃതി ശക്തികളുടെ ശല്യം കൊണ്ടോ ഒന്നും ഇപ്പോൾ ആരും മരിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ നാം കാണുന്നത് എല്ലാം മതത്തിൻ്റെ പേരിലാണ്. മതങ്ങൾ ഓരോ ദിവസവും ഓരോന്നുണ്ടാക്കിയെടുക്കുന്നു. മതത്തിൻ്റെ പേരിൽ കൊണ്ടിടുന്നു. അവർ സ്വയം ഓരോന്ന് സൃഷ്ടിക്കുകയും ഓരോ ഭാവനകൾ ഉണ്ടാക്കുകയും എന്നിട്ട് അത് മതത്തിൻ്റെ പേരിൽ നിയമമാക്കുകയും ചെയ്യുന്നു. ഇത് നമുക്ക് അവസാനിച്ചില്ല എങ്കിൽ, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണെങ്കിൽ, മനുഷ്യൻ്റെ വംശനാശത്തിന് മതം ഒരു കാരണമായി മാറും. അതിനേക്കാൾ ഉത്തമം നല്ല ബുദ്ധിയുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ ചിന്തിച്ച് കൂട്ടമായി ആലോചിച്ച്, മതം ആരെയും ആഹാരം കൊടുത്ത് വളർത്തുന്നില്ല. അവരുടെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഒരു പക്ഷേ വരുമാനങ്ങളുണ്ടാക്കി ജീവിക്കാം. എന്നാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മതങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുന്നില്ല. ആഹാരം കൊടുക്കുന്നത് ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ ഗവൺമെൻറ് അനുസരിച്ചുള്ള നിയമങ്ങളെടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ, ദീർഘവീക്ഷണത്തോടു കൂടി ആലോചിച്ച് നീങ്ങിയാൽ മനുഷ്യന് വംശനാശം സംഭവിക്കാതെ ഈ ഭൂമിയിൽ നിലനിർത്താം. ചിന്തിക്കുക.